ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മത്തങ്ങ കൊണ്ടുണ്ടാക്കാവുന്ന സ്പോഞ്ച് കേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 1 കപ്പ് മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുത്താം. ഇപ്പോൾ 3 വിസിൽ വന്ന് മത്തങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. എല്ലാ സൈഡിലേക്കും ഓയിൽ നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മത്തങ്ങ തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നുമില്ല മത്തങ്ങയിൽ ഇപ്പം. ഇനി അതിലേക്ക് 3 കോഴിമുട്ടയുടെ മഞ്ഞ ചേർക്കാം. വെള്ളഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഫുൾ കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 മുട്ടയാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്, ഓവർ മിക്സ് ആവരുത്. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച മുട്ടയുടെ വെള്ള നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടാണ് അടിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ അടിച്ചു വെച്ച മത്തങ്ങ മിശ്രിതത്തിലേക്ക് കുറേശ്ശെയായിട്ട് മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്റ്റീലിൻ്റെ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. സ്റ്റീമറിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കിത് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 50 തൊട്ട് 60 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 50 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മത്തങ്ങ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.